നമ്മൾക്ക് ഈ വീഡിയോ പാർട്ടിൽ പ്രധാനമായിട്ടും നമ്മുടെ വിൻഡോസ് കമ്പ്യൂട്ടേഴ്സിലേക്കുള്ള ഓഡിയോ ലാഗിങ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഏകദേശം ഇച്ചിരി സെക്കൻഡുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ആ ഓഡിയോ പ്ലേ ആയി തുടങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓഡിയോ ലാഗിങ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ വന്നിട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. സെർച്ചിൽ ഡിവൈസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓൾറെഡി ഡിവൈസ് മാനേജർ കൊടുക്കുന്നുണ്ട്, ഇവിടെ കാണാത്ത പക്ഷമാണ് ഈ പറയുന്നത്. ഓക്കെ, ഡിവൈസ് മാനേജർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഓപ്ഷൻ ലഭ്യമാകുന്നതാണ്. അവിടുത്തെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട്, വീഡിയോ ആൻഡ് ഗെയിം കൺട്രോളേഴ്സ് എന്നുള്ള ഓപ്ഷൻ കിട്ടുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് റിയൽ ടെക് ഓഡിയോ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ഡ്രൈവർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഈ അപ്ഡേറ്റ് ഡ്രൈവർ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ബ്രൗസ് മൈ കമ്പ്യൂട്ടർ ഫോർ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ലഭ്യമാകുന്നതാണ്. അത് സെലക്ട് ചെയ്യുന്നു. അവിടെ ലെറ്റ് മീ പിക്ക് എ ലിസ്റ്റ് ഓഫ് അവൈലബിൾ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഹൈ ഡെഫിനിഷൻ ഓഡിയോ ഡിവൈസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മളോട് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ യെസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ പിന്നെ ഓഡിയോ പ്ലേ ആകുന്നതിനൊപ്പം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ വീഡിയോ പ്ലേ ആകുന്നതിനൊപ്പം തന്നെ ഓഡിയോയും കൂടെ പ്ലേ ആകുന്നതാണ്. ലാഗ് നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്.